നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കോടതി ഉത്തരവ് ലംഘിച്ച കേസിൽ കൊല്ലം നെടുങ്കണ്ട SN ട്രെയിനിംഗ് കോളേജ് മാനേജറായ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി. ഹർജിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 4 ആഴ്ചയ്ക്കകം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവ്. യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ജഡ്ജി ജോസൻ സിറിലിന്റേതാണ് ഉത്തരവ്. SN ട്രെയിനിംഗ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ R പ്രവീണായിരുന്നു ഹർജിക്കാരൻ. വ്യക്തമായ കാരണമില്ലാതെ പ്രവീണിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച് വിധി സമ്പാദിച്ചെങ്കിലും പ്രവീണിനെ തിരിച്ചെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇതിനെതിരെ പ്രവീൺ നൽകിയ ഹർജിയിലാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. കോടതി ഉത്തരവ് പാലിക്കാതിരുന്നതിന് ക്ഷമാപണം പോലും നടത്താൻ തയ്യാറായില്ലെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ SNDP യോഗത്തിന് മേൽ പാർട്ടി കുതിര കയറേണ്ടെന്ന് CPM. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ യോഗത്തെ നയിക്കുന്നതിൽ ആശങ്കയില്ല. നവോത്ഥാന പ്രസ്ഥാനമെന്ന നിലയിൽ യോഗത്തിന്റെ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും യോഗം വിലയിരുത്തി. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് SNDP വിഷയം വിശദമായി ചർച്ച ചെയ്തത്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TM തോമസ് ഐസക്, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R നാസർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ SNDP യോഗ നേതൃത്വത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് രീതിയിൽ ആശങ്ക വേണ്ടെന്ന നിലപാടിലായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ ചർച്ച. ഇതിന്റെ പേരിൽ SNDP യോഗത്തിനെതിരെ തിരിയേണ്ടതില്ല എന്നും വ്യക്തമാക്കി. ഒരു തരത്തിലുമുള്ള കമ്മിറ്റികളും പിടിച്ചെടുക്കുന്നതിനോ അവയിൽ കടന്നു കയറുന്നതിനോ ഉള്ള നീക്കം വേണ്ടെന്ന് നിർദ്ദേശിച്ചതായാണ് വിവരം. പാർട്ടിയുടെ ആരും ശാഖായോഗങ്ങളിൽ കടന്നു കയറാനും ശ്രമിക്കേണ്ട. അതേസമയം ശാഖായോഗങ്ങളിലടക്കം RSS കടന്നുകയറ്റത്തെ ജാഗ്രതയോടെ കാണണം. ഇതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന മുന്നറിയിപ്പും കീഴ്ഘടകങ്ങൾക്ക് നൽകും. BDJSന്റെ പേരിൽ SNDP യോഗത്തിൽ കടന്നുകയറാൻ RSS ശ്രമിക്കുന്നുണ്ട്. കടന്നുകയറ്റത്തിന് അവസരമില്ലാത്ത തരത്തിലാണ് യോഗ നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും RSS നീക്കം കരുതിയിരിക്കണം. അതിനായി ശാഖായോഗങ്ങളുമായി നല്ല ബന്ധവും സഹകരണവും ഉണ്ടാകണം. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിമർശനത്തിന്റെ പേരിൽ മതനിരപേക്ഷ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഭൂരിപക്ഷ വർഗീയ നീക്കങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം എന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വെള്ളം ചേർക്കാതെ പ്രവർത്തിക്കണം. എന്നാൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കൊടി പിടിക്കുന്ന പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തണം. സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കാനും അതിന് മുൻഗണന നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണം. അവരുടെ ആവശ്യങ്ങളും വിഷയങ്ങളും ഒപ്പം നിൽക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.